ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലേ? ആ ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പൈത്തൺ മൊഡ്യൂൾസ് ആണ്. എന്താ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാ? അറിയില്ല. മൊഡ്യൂൾസ് എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല, മൊഡ്യൂൾസ് കേട്ടിട്ടേ ഇല്ല, ഒരു വേർഡേ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ട്, എവിടെയാ കേട്ടെ? ഓർമ്മയില്ല. നമ്മളിപ്പം ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഇപ്പൊ പഠിക്കുന്ന സമയത്തൊക്കെ ഓരോ മൊഡ്യൂൾ ആയിട്ടല്ലേ ഉണ്ടാവുക, അല്ലേ? ചാപ്റ്റർ ആയിട്ടോ? ആ, നമ്മളതിന് ഓരോ മൊഡ്യൂൾസ് എന്നല്ലേ പറയുക. പോട്ടെ, നോക്കാം. നമുക്ക് നമ്മുടെ ഒരു പൈത്തണിന്റെ ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം പ്രൊജക്ട് ഒറ്റ കോഡിൽ ഒരാളെ തന്നെ ആയിരിക്കില്ല എന്തുണ്ടാവുക, നമുക്ക് ആ ഒരു പ്രൊജക്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു പ്രൊജക്ടിനെ പല മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ലോഗിൻ ഫോം ഒരാളായിരിക്കും ചെയ്യുക, പ്രൊഡക്റ്റ് വേറൊരാളായിരിക്കും ചെയ്യുക. ഇത് ഓരോ പ്രോഗ്രാമർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ മൊഡ്യൂൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഓരോ പോർഷനും നമ്മൾ പറയുന്ന ഓരോ മൊഡ്യൂൾസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫുൾ പ്രൊജക്ട് ഇങ്ങനെ ഓരോ മൊഡ്യൂൾ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള യൂസ് എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ഒറ്റ ഫയലിനകത്ത് മൊത്തം ഒരു പ്രൊജക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു എറർ വന്നു, അപ്പൊ ഈ എറർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും? ഇല്ല. ഇല്ല, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇല്ല, എവിടെയാണ് എറർ വന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ. ഇനി അഥവാ കണ്ടുപിടിച്ചാലും അത് സോൾവ് ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ? കാരണം എന്താ, ആ ഒരു എറർ എന്ന് പറയുന്നത് നമ്മുടെ മറ്റു കോഡിനെയും കൂടി എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇരിക്കുന്നുണ്ടാവും, ആ ഒരു ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ അവിടെ എന്തെങ്കിലും സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ നമ്മളെ മറ്റു കോഡും കൂടി ചിലപ്പോൾ എന്താവാം, എറർ ആവാം. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ ഒരു പ്രൊജക്ട് മൊത്തം ഓരോ മൊഡ്യൂളായി ഡിവൈഡ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എറർ ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫൈൻഡ് ചെയ്ത എറർ സോൾവ് ചെയ്യാനും ഈസി ആയിരിക്കും. അതായത് ഏത് മൊഡ്യൂളിലാണ് എറർ വന്ന് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെ? അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് എറർ പെട്ടെന്ന് സോൾവ് ചെയ്തൂടെ? ഓക്കെ, പിന്നെ വരുന്നത് കോഡ് റീയൂസ് ആണ്. അതായത് ഇപ്പൊ ഞാൻ ഒരു പ്രൊജക്ടിനകത്ത് ഇപ്പൊ എനിക്ക് ഇപ്പൊ ലോഗിൻ പേജ് ചെയ്യണം. അപ്പൊ ലോഗിൻ പേജ് ഞാൻ മാത്രം എന്ത് ചെയ്തു, ഒരു മൊഡ്യൂളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇതേ ലോഗിൻ പേജ് എന്ത് ചെയ്താൽ മതി, ഓൾറെഡി എനിക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഒരു കോഡ് ഉണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ റീയൂസ് ചെയ്യാനും കോഡ് റീയൂസ് ചെയ്യാനും ഏത് വെച്ച് പറ്റും, നമ്മൾ ഒരു പ്രൊജക്ട് മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആണ്. മനസ്സിലായോ? അപ്പൊ എന്താ, മൊഡ്യൂൾസ് ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളെ ഫുൾ പ്രൊജക്ട് ഓരോ മൊഡ്യൂളായി ഡിവൈഡ് ചെയ്തായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ മൊഡ്യൂളായി ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് ഈ മൊത്തം മൊഡ്യൂളിനെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യണം, അല്ലേ? എന്നാലും നമ്മളൊരു ഫുൾ പ്രൊജക്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ മൊഡ്യൂൾ വെച്ച് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത്, ലാസ്റ്റ് നമുക്ക് ഇതിനെ എങ്ങനെയാ കണക്ട് ചെയ്യുന്നതെന്നാ നോക്കുന്നത്. ഓക്കെ, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഇവിടെ നോക്കാം, ഞാൻ 2 ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പൈത്തൺ ഫയലില് അതിന്റെ പേര് എന്ത് കൊടുത്തു, മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, രണ്ടാമതൊരു ഫയൽ കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. അതിന്റെ പേര് ഞാൻ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ഫയലിനകത്ത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. എനിക്കിപ്പോ ഒരു സർക്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഞാൻ പൈന്റെ വാല്യൂ കൊടുത്തു. പൈന്റെ വാല്യൂ എന്ന് പറയുന്ന 3.14 കൊടുത്തു. എനിക്ക് സർക്കിളിന്റെ ഏരിയ ആണ് കാണേണ്ടത്. സോ ഞാൻ ഫംഗ്ഷന്റെ പേര് എന്ത് കൊടുക്കുന്നു, ഏരിയ എന്ന് കൊടുക്കുന്നു. അതിനൊരു ആർഗ്യുമെന്റ് 6 കൊടുത്തു. ഓക്കെ, ഇനി ഏരിയ ഈക്വൽ ടു
പൈ ആർ സ്ക്വയർ ആണ് എന്തെടുത്ത് പൈ ഇൻറ്റു ഓക്കെ. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ ഏരിയ ഏരിയ 6 ആയിട്ടുള്ള സർക്കിളിന്റെ സോറി എന്താ റേഡിയസ് 6 ആയിട്ടുള്ള സർക്കിളിന്റെ ഏരിയ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പ്രിന്റ് കൊടുക്കണേ. അത് ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി എനിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇപ്പം ഈ ഒരു ഫംഗ്ഷൻ എവിടെയാ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ഫയലിനകത്താണ്. എനിക്ക് ഈ ഒരു ഫയലിനകത്ത് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണ്ട. ഇവിടെ കോൾ ചെയ്തെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി ഞാൻ പറയാണ്, എനിക്ക് ഈ ഒരു ഫംഗ്ഷനെ ഇതിനകത്ത് കോൾ ചെയ്യണ്ട, പകരം എന്ത് ചെയ്യണം, ഈ മൊഡ്യൂൾ 2 എന്ന് പറയുന്ന ഫയലിനകത്ത് വന്ന് എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. അതാണ് എന്റെ ടാസ്ക്. മനസ്സിലായോ? പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇപ്പൊ ഏത് ഫയലാണോ ആക്റ്റീവ് ആയിട്ടുള്ളത് അതാണ് നമ്മുടെ കറന്റ് ഫയൽ കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ആ ഒരു ഫയൽ മാത്രമേ റൺ ആവൂ എന്ന് നമുക്കറിയാം. അങ്ങനത്തെ കേസിൽ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് എനിക്ക് മൊഡ്യൂൾ 2-നകത്ത് വന്ന് അതിനെ കോൾ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പക്ഷെ അത് പറ്റണം. അതിനാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്താലും അതിനെ കണക്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ അതാണ് നോക്കുന്നത്. നോക്കാം, ഞാൻ ഇവിടെ ഈ കോൾ ചെയ്തത് കമന്റ് ചെയ്തിടുവാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ മൊഡ്യൂൾ എന്ന് പറയുന്ന മൊത്തം ഫയലിനെ മൊഡ്യൂൾ 2 എന്ന് പറയുന്ന ഫയലിലോട്ട് എന്ത് ചെയ്യുവാണ്, ഇമ്പോർട്ട് ചെയ്യുവാണ്. എന്താ പറയാ, ഇമ്പോർട്ട് ചെയ്യുവാന്നാ പറയാ. അപ്പൊ ഈ മൊഡ്യൂൾ 1-നെ എനിക്ക് എന്ത് ചെയ്യണം, മൊഡ്യൂൾ 2-നകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ഫയലിനകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ എനിക്ക് എവിടെ കിട്ടും, മൊഡ്യൂൾ 2 എന്ന് പറയുന്ന ഫയലിനകത്തോട്ട് കിട്ടും. എനിക്കിപ്പോ ഇവിടെ എന്തേ വേണ്ടു, ഈ സർക്കിൾ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ ആവശ്യമുള്ളൂ. സോ എന്ത് ചെയ്തു, ഞാൻ ഈ മൊഡ്യൂൾ 2-നകത്ത് വന്ന് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇമ്പോർട്ട്, ഞാനിപ്പോ ഇവിടെ എനിക്ക് ഫംഗ്ഷൻ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു മൊഡ്യൂൾ 1-നെ ഇമ്പോർട്ട് ചെയ്യുന്ന മാത്രമാണ്. ഞാൻ എന്ത് കൊടുത്തു, ഇമ്പോർട്ട് മൊഡ്യൂൾ 1. അപ്പൊ ഇമ്പോർട്ട് മൊഡ്യൂൾ കൊടുത്താൽ എന്താ വരിക, ഈ ഒരു മൊഡ്യൂൾ 1-ലെ ഫയൽ മൊത്തം എങ്ങോട്ട് ഇമ്പോർട്ട് ആവും, മൊഡ്യൂൾ 2 എന്ന് പറയുന്ന ഫയലിലോട്ട് ഇമ്പോർട്ട് ആവും. ഇനി എനിക്ക് എന്താ കോൾ ചെയ്യേണ്ടത്, സർക്കിൾ എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് കോൾ ചെയ്യേണ്ടത് അല്ലെ? സർക്കിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതിനകത്താണ് ഉള്ളത്, മൊഡ്യൂൾ 1-നകത്താണ് ഉള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാ പ്രിന്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം, ഇവിടെ ഏതാണോ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിന്റെ പേര് അതും കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഫംഗ്ഷന്റെ പേരും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, വോയിസ് കട്ടാവും. വോയിസ് കട്ടാവും. അപ്പൊ ഞാൻ ഇവിടെ ഒരു വേരിയബിൾ കാണാം, വോയിസ് ക്ലിയർ അല്ല. എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു. വോയിസ് ക്ലിയർ അല്ല. ഡോട്ട് സർക്കിൾ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ വേരിയബിൾ ഉണ്ടാവും അല്ലെ? അത് പ്രിന്റ് ചെയ്യിക്കാൻ എന്ത് ചെയ്താൽ മതി, പ്രിന്റ് എ എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ നോക്കാം, ഈ ഫംഗ്ഷൻ, ഈ സർക്കിൾ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയാ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, മൊഡ്യൂൾ 1-നകത്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ അതിനെ കോൾ ചെയ്തിട്ടില്ല. എന്ത് ചെയ്യുന്നു, മൊഡ്യൂൾ 2-നകത്ത് വന്ന് അതിനെ കോൾ ചെയ്തു. ഇനി നോക്കുക, ഞാൻ ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എന്താ, നേരത്തെ കിട്ടിയ സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടി. ക്ലിയർ ആണോ? അത് എന്തുകൊണ്ടാണ് കിട്ടിയത്, മൊഡ്യൂൾ 1-നെ മൊഡ്യൂൾ 2-നകത്തോട്ട് ഇമ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്. മനസ്സിലായിട്ടുണ്ടോ? ഇനിയിപ്പോ ഇതിനകത്ത് വേറെ ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഇപ്പൊ സർക്കിൾ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ മാത്രമല്ല, ഞാൻ വേറെ ഒരു ഫംഗ്ഷൻ കൂടി ഡിഫൈൻ ചെയ്യുവാണ്. ഇപ്പൊ എനിക്ക് പെരിമീറ്റർ കാണാനുള്ള ഒരു ഫംഗ്ഷൻ കൂടി ഞാൻ കൊടുക്കുവാണ്. ഓക്കെ, ഞാൻ ഇവിടെ പെരിമീറ്റർ റിട്ടേൺ ചെയ്തു. എനിക്ക് എവിടെയാ കോൾ ചെയ്യേണ്ടത്, ഇതിനകത്തല്ല കോൾ ചെയ്യേണ്ടത്, മൊഡ്യൂൾ 2-നകത്താണ് കോൾ ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ എന്ത് ചെയ്തു, അത് കൊടുക്കാൻ വേണ്ടി പുതിയൊരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ തന്നെ കോൾ ചെയ്യണം, ആദ്യം ഫയലിന്റെ പേര് കൊടുക്കുക, ഡോട്ട് ഏതാ ഫംഗ്ഷൻ ഏതാ, സർക്കിൾ പെരിമീറ്റർ ആണ്. അപ്പൊ എന്ത് കൊടുത്തു, സർക്കിൾ പെരിമീറ്റർ കൊടുത്തു. നേരത്തെ കൊടുത്ത പോലെ ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റ് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രിന്റ് ബിനകത്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ എന്ത് കൊടുത്താൽ മതി, പ്രിന്റ് ബി കൊടുത്താൽ മതി.
അപ്പൊ നമുക്ക് അതിന്റെ ഒരു മിനിറ്റ്. ഇവിടെ ആർഗ്യുമെന്റ് കൊടുത്തിട്ടില്ല കേട്ടോ, അതാണ് മിസ്റ്റേക്ക് വന്നത്. ഓക്കെ, ഇപ്പൊ എന്തുവാ, നമുക്ക് പെരിമീറ്റർ കൂടി ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണോ? ആ ഓക്കെ, ഒന്ന് ചെയ്ത് നോക്ക്. 2 ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഒന്നിനകത്ത് 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അത് എവിടെ കോൾ ചെയ്യണം, രണ്ടാമത്തെ ഫയലിൽ കോൾ ചെയ്യണം. എങ്ങനെയാ കോൾ ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫയലിനെ മൊത്തം ഇമ്പോർട്ട് ചെയ്യണം. എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക? ഇമ്പോർട്ട് ഫയൽ നെയിം എന്ന് കൊടുത്താൽ മതി. അതിനുശേഷം ഫയൽ നെയിം ഡോട്ട് കൊടുത്തിട്ട് എന്ത് വേണം, ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിട്ട്. ഒന്ന് ചെയ്ത് നോക്കിയേ. എറർ വരുന്നില്ല. വേറെ ഇത് വരുന്നുണ്ടോ? ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. ഇതെന്താ ഓൺലൈൻ ഡേ 20 എന്നൊക്കെ കൊടുത്ത എന്താ? അതിന്റെ പേര് ഫയൽ നെയിം. ഈ ഫയൽ നെയിം കൊടുക്കുമ്പോ എന്തിനാ ഈ ബ്രാക്കറ്റും ഡോട്ടൊക്കെ കൊടുക്കുന്നത്? നോക്കട്ടെ ഒന്നുകൂടി. രണ്ടാമത്തെ എടുത്ത് ഇതിപ്പം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല. അതങ്ങനെ ആ ഒരു സ്പേസ് ഒക്കെ കൊണ്ടാണ് അത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എറർ കാണിക്കുന്നത്.
ഇനി അങ്ങനെ കൊടുത്ത കാര്യമില്ല, അത് ആ ഫയൽ നെയിം മാറ്റ്. ആ സ്പേസ് ഒക്കെ ഒഴിവാക്കുക, ഒന്നിങ്കിൽ അണ്ടർസ്കോർ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഫയൽ നെയിം പക്ഷെ അങ്ങനെ സ്പേസ് പിടിച്ചല്ലേ വന്നിട്ടുള്ളത്. ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോ എന്താ കൊടുത്തേ? ഇപ്പൊ വന്നില്ലേ? ആ ഫയൽ നെയിം കൊടുക്കുമ്പോ ഇങ്ങനെ അതിന്റെ ഇടയിൽ സ്പേസും ഈ ബ്രാക്കറ്റ് ഒന്നും കൊടുക്കരുത് കേട്ടോ. ഏതെങ്കിലും വേർഡ് തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അണ്ടർസ്കോർ വെച്ച് കണക്ട് ചെയ്യാം. അന്ന് രണ്ടാമതൊരു ഫംഗ്ഷൻ കൂടി അതുപോലെ കോൾ ചെയ്ത് നോക്ക്. അതിനകത്ത് ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ആ വേറൊരു ഫംഗ്ഷൻ കൂടി കൊടുത്തിട്ട് ഇതേപോലെ കോൾ ചെയ്ത്. ഇനി ഇമ്പോർട്ട് ചെയ്യണ്ട, ഒരു പ്രാവശ്യം ഇമ്പോർട്ട് ചെയ്തില്ലേ? ഇനി ഒരു വേരിയബിളിലോട്ട് അതിനെ കൊടുത്താൽ മതി, കോൾ ചെയ്താൽ മതി. ഒറ്റ പ്രാവശ്യം എന്ത് ചെയ്യണ്ടോ അതിനെ ഇമ്പോർട്ട് ചെയ്യാം.
അത് ഓക്കെ അല്ലേ? ആ ഓക്കെ, ഇനി ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ, ഞാൻ ഷെയർ ചെയ്യാം. ഇവിടെ നോക്കാം. ഇനിയിപ്പം ഈ ഒരു മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ഫയലിനകത്ത് ഇനി എത്ര പ്രൊജക്ട് ഉണ്ടെങ്കിൽ, സോറി പ്രൊജക്ട് അല്ല, എത്ര ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞാൻ എങ്ങനെ വേണം അതിനെ കോൾ ചെയ്യാൻ? ആദ്യം മൊഡ്യൂൾ 1 ഡോട്ട് ആ ഒരു ഫംഗ്ഷൻ നെയിം, പിന്നെയും ഈ ഫയൽ നെയിം വെച്ച് ഡോട്ട് ഫംഗ്ഷൻ നെയിം, ഇങ്ങനെ വെച്ച് കോൾ ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോഴും നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? ആ ഒരു ഫയലിന്റെ പേര് കൊടുത്ത് വേണം കോൾ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പം അതിന് പകരം, അതായത് ഇവിടെ ഈ ഫയൽ നെയിം കൊടുക്കുന്നത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഇമ്പോർട്ട് ഫയൽ നെയിം കൊടുത്ത് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഫ്രം മൊഡ്യൂൾ 1, അതായത് ഏതാണോ ഫയൽ എന്ത് കൊടുക്കുക? എനിക്ക് മൊഡ്യൂൾ 1 ആണ് ഫയലിന്റെ നെയിം അല്ലെ? ഇപ്പൊ എന്ത് കൊടുത്തു? ഫ്രം മൊഡ്യൂൾ 1 ഇമ്പോർട്ട് ഏതാണോ ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെ സർക്കിൾ ഏരിയ ആണ് കൊടുക്കുന്നെങ്കിൽ എന്തായി? സർക്കിൾ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ അവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇമ്പോർട്ട് ചെയ്താൽ നമ്മൾ എന്ത് കൊടുക്കണ്ട? ഈ മൊഡ്യൂൾ 1 ഡോട്ട് സർക്കിൾ ഏരിയ എന്ന് ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എ ഈക്വൽ ടു സർക്കിൾ ഏരിയ എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അത് റൺ ചെയ്ത് കിട്ടും. മനസ്സിലായോ? ആ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ ഫ്രം മൊഡ്യൂൾ 1 ഇമ്പോർട്ട് സർക്കിൾ ഏരിയ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ? അതുകൊണ്ട് നമുക്ക് ഏതേ റൺ ആവും? ഈ സർക്കിൾ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമേ റൺ ആവൂ. ഇനിയിപ്പോ എനിക്ക് ഇവിടെ സർക്കിൾ പെരിമീറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ റൺ ചെയ്യണമെങ്കിലോ? നോക്കാം, ഞാനിപ്പോ അതുകൂടി കൊടുക്കുന്നുണ്ട്. റൺ ചെയ്തു, എന്ത് വന്നു? എറർ വന്നു അല്ലെ? അതായത് സർക്കിൾ പെരിമീറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ്, അതായത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. അത് എന്തുകൊണ്ടാ? ഇവിടെ അതിനെ കോൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? കോമ ഇട്ട് കൊടുക്കുക, ആ ഒരു ഫംഗ്ഷനെ കൂടി ഇവിടെ കോൾ ചെയ്ത് കൊടുക്കുക, ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഫ്രം മൊഡ്യൂൾ 1 ഇമ്പോർട്ട് സർക്കിൾ ഏരിയന്റെ കൂടെ എന്ത് കൂടി ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു? സർക്കിൾ പെരിമീറ്റർ കൂടി ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഇനി റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? അത് രണ്ടിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ ആണോ? ആ ഇനിയിപ്പോ കുറെ ഫംഗ്ഷൻ ഉണ്ട്, ഇപ്പൊ 2, 3 അല്ലെങ്കിൽ ഒരു 5, 6 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ 5, 6 ഫംഗ്ഷൻ ഇങ്ങനെ കോമയിട്ട് കൊടുക്കണ്ടേ? ആ അപ്പം അതിന് പകരം നമ്മൾ കൊടുക്കുന്നതാണ് ഇങ്ങനെ ഫംഗ്ഷന്റെ പേര് കോമയിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ സ്റ്റാർ കൊടുക്കും. അതായത് ഫ്രം മൊഡ്യൂൾ 1 ഇമ്പോർട്ട് സ്റ്റാർ. അങ്ങനെയാണെങ്കിൽ ഈ മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ഫയലിനകത്ത് ഇനി എത്ര ഫംഗ്ഷൻ ഉണ്ടോ അതൊക്കെ എങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ആവും? മൊഡ്യൂൾ 2 ഇമ്പോർട്ട് ആവും. ഫംഗ്ഷൻ മാത്രമല്ല, അതിനകത്ത് ഉള്ളത് മൊത്തം എന്ത് ചെയ്യും? മൊഡ്യൂൾ 2 ഇമ്പോർട്ട് ആയിക്കോളും. നമ്മൾ ഓരോ ഫംഗ്ഷനും ഈ പേര് വെച്ച് കോമ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ആ ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് ചെയ്ത് നോക്ക്.
ചെയ്തു. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? ആ ഓക്കെ, ഇനി നോക്കുക, ഞാൻ ഈ മൊഡ്യൂൾ 1ന്റെ അകത്ത് ഈ ഒരു ഫംഗ്ഷൻ അല്ലാണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് പ്രിന്റിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു. ഞാൻ ഇവിടെ പ്രിന്റ് ഹായ് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മൊഡ്യൂൾ 1നകത്താണ് ഇപ്പൊ പ്രിന്റ് ഹായ് കൊടുത്തത്. ഇവിടെ വന്ന് റൺ ചെയ്യുന്ന സമയത്ത് അത് മൊഡ്യൂൾ 1 എന്ന് റൺ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്ത് വരും? ഹായ് പ്രിന്റ് ചെയ്ത് വരും അല്ലേ? ആ ഇനി മൊഡ്യൂൾ 2 പോയി റൺ ചെയ്യുമ്പോഴോ അവിടെ ഫംഗ്ഷൻ ഓൾറെഡി കോൾ ചെയ്തത് കൊണ്ട് ആ ഫംഗ്ഷൻ ഔട്ട്പുട്ടും വരും, കൂടാണ്ട് അപ്പുറം ഹായും വരും. ആണല്ലോ? ഉം. ഹലോ, ആ ഇനി ടാസ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മൊഡ്യൂൾ 1ൽ വന്ന് റൺ ചെയ്യുന്ന സമയത്ത് ഹായ് പ്രിന്റ് ആവണം. പക്ഷെ മൊഡ്യൂൾ 2ൽ വന്ന് റൺ ആവുമ്പോ എന്ത് ചെയ്യണ്ട? ഹായിനെ പ്രിന്റ് ചെയ്യിക്കണ്ട. രണ്ട് ഫംഗ്ഷൻ റൺ ആവണം, പക്ഷെ എന്ത് വേണ്ട? ഈ ഹായിനെ പ്രിന്റ് ചെയ്യണ്ട. മനസ്സിലായോ? ആ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹായ് മാത്രമേ വേണ്ടാത്തുള്ളൂ, ബാക്കിയൊക്കെ കൂടെ എങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ആവണം? മൊഡ്യൂൾ 2ലോട്ട് ഇമ്പോർട്ട് ആവണം. പക്ഷെ ഈ ഹായ് മാത്രം വേണ്ട. അതാണ് ടാസ്ക്. എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഐഡിയ പറയാനുണ്ടോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? ആ ഐഡിയ പറയാനില്ല. എന്താ? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ വേരിയബിൾ പഠിക്കാനുണ്ട്. നോക്കാം. സ്പെഷ്യൽ വേരിയബിൾ എന്ന് പറയുന്നത് നെയിം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ആണ്. ഞാനിവിടെ പ്രിന്റിനകത്ത് ഒരു വേരിയബിൾ കൊടുക്കുവാണ്, നെയിം. ഓക്കെ, ഈ നെയിം എന്ന് പറയുന്നത് സ്പെഷ്യൽ വേരിയബിൾ എന്ന് പറയാൻ കാരണം എന്താ? ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എന്തുണ്ട്? ഡബിൾ അണ്ടർസ്കോർ ഉണ്ട് അല്ലെ? സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഡബിൾ അണ്ടർസ്കോർ ഉള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ അതിന് എന്താ പറയുക? സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയും. ഇതൊരു വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിന് എന്താ പറയാ? സ്പെഷ്യൽ വേരിയബിൾ എന്നാ പറയുക. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ച സ്പെഷ്യൽ ഫംഗ്ഷൻ ഏതായിരുന്നു? ഏതായിരുന്നു? ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായല്ലോ. ലാംഡ. ഏതാ? ലാംഡ ആണ്. ലാംഡയ്ക്ക് ഇതുപോലെ അണ്ടർസ്കോർ ഒക്കെ ഇട്ടായിരുന്നോ? അല്ല, മറ്റേ സെറ്റ് ആയിട്ടോ. ആ, സെറ്റ് ഐറ്റം അല്ലെ? അപ്പൊ അത് സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്. ഇതിന് നമ്മൾ എന്താ പറയുക? സ്പെഷ്യൽ വേരിയബിൾ എന്ന് പറയും. അപ്പൊ നോക്കാം, ഞാൻ ഈ മൊഡ്യൂൾ 1നകത്താണ് എന്ത് കൊടുത്തിട്ടുള്ളത്? പ്രിന്റ് നെയിം എന്ന് കൊടുത്തിട്ടുള്ളത് അല്ലെ? അതിനുശേഷം മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ആ ഫയലിനകത്ത് തന്നെ ഞാൻ റൺ ചെയ്തു. എനിക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? ഔട്ട്പുട്ട് എന്താ? മെയിൻ. മെയിൻ അല്ലെ? ഇനി ഞാൻ ഇത് ഇവിടെ കമന്റ് ചെയ്തിടുവാണ്. ഇവിടെ നിന്ന് ഇത് റൺ ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്തു? മൊഡ്യൂൾ 2നകത്തോട്ട് വന്നു. ഇവിടെ എന്ത് കൊടുത്തു? പ്രിന്റ് നെയിം കൊടുത്തു. എന്നിട്ട് മൊഡ്യൂൾ 2 തന്നെ ഇതിനെ റൺ ചെയ്യുന്നു. ഔട്ട്പുട്ട് എന്ത് വന്നു? മെയിൻ. മെയിൻ. അതായത് മൊഡ്യൂൾ 1ൽ കൊടുത്ത് മൊഡ്യൂൾ 1 തന്നെ റൺ ചെയ്യുമ്പോൾ എനിക്ക് മെയിൻ എന്ന് വന്നു. ഇനി മൊഡ്യൂൾ 2നകത്ത് കൊടുത്തു മൊഡ്യൂൾ 2 തന്നെ റൺ ചെയ്യുമ്പോൾ എന്ത് വന്നു? മെയിൻ എന്ന് വന്നു. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇനി ഞാൻ ഇത് ഇവിടെ കമന്റ് ചെയ്തിട്ടു. അതിനുശേഷം ചെയ്യാൻ വേണ്ടി പോകുന്നത്, വീണ്ടും മൊഡ്യൂൾ 1നകത്ത് എന്ത് കൊടുത്തു? പ്രിന്റ് നെയിം എന്ന് കൊടുത്തു. പക്ഷെ ഞാൻ മൊഡ്യൂൾ 1 അതിനെ റൺ ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്തു? ആ ഒരു ഫയൽ മൊത്തം എങ്ങോട്ട് ഇമ്പോർട്ട് മറ്റേ ചെയ്തു? അവിടെ ആദ്യത്തെ ഒരു പ്രിന്റ് ഹായ് കൊടുത്തിട്ട് ഇപ്പുറത്തോട്ട് റൺ ചെയ്ത് അത് ഹായ് കൂടെ വരുമോ? ഇതിനകത്ത് കൊടുത്താലല്ലേ വരും. എന്താ? എനിക്ക് വരുന്നില്ല. ഇത് കമന്റ് ചെയ്തിട്ടു ഞാൻ, അതുകൊണ്ടാ വരാത്തെ. ഇല്ല, എനിക്ക്. എങ്ങനെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഫ്രം മൊഡ്യൂൾ എന്നല്ലേ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ആ എന്നിട്ട് വന്നിട്ടില്ല? ഇല്ല. ഒന്ന് ഷെയർ ചെയ്ത് സ്ക്രീൻ നോക്കട്ടെ.
വന്നു വന്നില്ലേ? മേളിലാ വന്നു. മേലെയാ വരുന്നത്. അത് ആ ഫയലത്തെ മൊത്തം റൺ ചെയ്തിട്ടാണ് ഇമ്പോർട്ട് ചെയ്ത ഫയലിലോട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞു വന്നത്, ആദ്യം മൊഡ്യൂൾ 1 എന്ന് പറയുന്ന ഫയലിനകത്ത് പ്രിന്റ് നെയിം എന്ന് കൊടുത്തു. മൊഡ്യൂൾ 1 തന്നെ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് മെയിൻ കിട്ടി. അതിനുശേഷം ഞാൻ മൊഡ്യൂൾ 2ന്റെ അകത്ത് വന്ന് പ്രിന്റ് നെയിം എന്ന് കൊടുത്തു. മൊഡ്യൂൾ 2നകത്ത് തന്നെ റൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? മെയിൻ കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, മൊഡ്യൂൾ 1നകത്ത് പ്രിന്റ് നെയിം എന്ന് കൊടുത്തു. പക്ഷെ റൺ ചെയ്യുന്നത് മൊഡ്യൂൾ 1 എന്നല്ല, ഇതിനെ മൊത്തം എങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്? മൊഡ്യൂൾ 2ലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? ഞാൻ എന്ത് ചെയ്യുന്നു? മൊഡ്യൂൾ 2നെ റൺ ചെയ്യുന്നു. ഈ പ്രിന്റ് നെയിം കൊടുത്തത് ഏത് മൊഡ്യൂളിലാ? മൊഡ്യൂൾ 1 റൺ ചെയ്യുന്നത് എവിടുന്ന? 2 എന്ന് നോക്ക. ഔട്ട്പുട്ട് എന്താ വന്നേ? മൊഡ്യൂൾ 1 ആണ് ഔട്ട്പുട്ട് വന്നത്. ഏതിന്റെ ഔട്ട്പുട്ട്? പ്രിന്റ് നെയിമിന്റെ അല്ലെ? ബാക്കി രണ്ടും ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത സാധനങ്ങളല്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്ത് ഇടാം. അപ്പൊ ഇപ്പൊ ഏത് മാത്രമേ റൺ ആവുന്നുള്ളൂ? ഈ മൊഡ്യൂൾ 1 വന്ന പ്രിന്റ് നെയിം മാത്രമേ നമുക്ക് ഇവിടെ റൺ ആവുന്നുള്ളൂ. ഔട്ട്പുട്ട് എന്ത് വന്നു? മൊഡ്യൂൾ 1. എന്താ ഈ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞ? ഫയലിന്റെ പേര്. ആ ഫയലിന്റെ പേര്. അതായത് എവിടെയാണോ നമ്മൾ പ്രിന്റ് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്, ആ ഫയലിന്റെ പേരാണെന്ത്? മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഈ നെയിം എന്ന് പറയുന്ന സ്പെഷ്യൽ വേരിയബിളിന്റെ പ്രത്യേകത എന്താ പറയാൻ പറ്റുമോ? പ്രിന്റ് നെയിം. ഈ നെയിം എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഒരു ഫയലിനകത്ത് കൊടുത്തിട്ട് അതേ ഫയലിന് റൺ ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? മെയിൻ ആയിരിക്കും. മനസ്സിലായോ? ഇനി ഈ പ്രിന്റ് നെയിം എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും ഒരു ഫയലിനകത്ത് കൊടുത്തിട്ട് അത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫയലിനാണ് റൺ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അത് ഏത് ഫയലിലാണോ ഇപ്പൊ ഉള്ളത് ആ ഒരു ഫയൽ നെയിം ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത് അല്ലേ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറ. ഈ നെയിം എന്ന് പറയുന്ന വേരിയബിള് ഏതെങ്കിലും ഒരു ഫയലിനകത്ത് നെയിം കൊടുത്തതിന് ശേഷം അതേ ഫയലിൽ നിന്ന് റൺ ചെയ്തെങ്കിൽ നമുക്ക് ആ നെയിമിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? മെയിൻ ആയിരിക്കും അല്ലെ? ഇനി ഈ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഫയലിനകത്ത് കൊടുത്തു. ആ ഫയലിന് അതിനെ റൺ ചെയ്യുന്നില്ല. ആ ഫയല് വേറെ ഏതെങ്കിലും ഫയലിലോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നാണ് റൺ ചെയ്യുന്നതെങ്കിൽ നെയിമിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? മുമ്പുള്ള ഫയലിന്റെ പേരായിരിക്കും. ആ നെയിം എന്ന് പറയുന്നത് ഏത് ഫയലിനകത്താണോ ഉള്ളത് ആ ഫയലിന്റെ നെയിം ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ സാധനം എനിക്ക് ഇവിടെ പ്രിന്റ് ഹായ് എന്ന് വരണം അല്ലെ? ഈ ഒരു മൊഡ്യൂളിന് റൺ ചെയ്യുമ്പോൾ ഹായ് വരണം. പക്ഷെ ഒരിക്കലും മൊഡ്യൂൾ 2 റൺ ചെയ്യുമ്പോൾ എന്ത് വരാൻ പാടില്ല? ഹായ് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രിന്റ് ഹായ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് കൊടുക്കുവാണ്. അതായത് ഞാൻ പറയാണ്, ഇഫ് ഞാനൊരു ഇഫ് കൊടുത്തു, ഇഫ് നെയിം എന്ന് പറയുന്നത് എപ്പോഴാണോ മെയിൻ ആവുന്നത്, ഓക്കെ, ആ സമയത്ത് എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യണം? ഹായിനെ പ്രിന്റ് ചെയ്യണം. മനസ്സിലായോ? ഇഫ് നെയിം ഈക്വൽ ടു മെയിൻ ആണെങ്കിൽ ആരെ പ്രിന്റ് ചെയ്യണം? ഹായിനെ പ്രിന്റ് ചെയ്യണം. എപ്പോഴാ നെയിം മെയിൻ ആവുക? ആ ഫയലിൽ തന്നെ കോൾ ചെയ്താൽ. ഇതിൽ തന്നെ റൺ ചെയ്യുമ്പോൾ അല്ലെ? ഇതിന്ന് റൺ ചെയ്യുമ്പോൾ നെയിമിന്റെ വാല്യൂ എന്തായിരിക്കും? മെയിൻ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പ്രിന്റ് ആയി വരും? ഹായ് പ്രിന്റ് ആയി വരും അല്ലെ? ഇനി ഇത് മൊത്തം ഇമ്പോർട്ട് ചെയ്ത ഫയലാണ് ഏത്? മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. ഇനി മൊഡ്യൂൾ 2 ഞാൻ റൺ ചെയ്യുമ്പോൾ അവിടെ നെയിമിന്റെ ഔട്ട്പുട്ട് മെയിൻ ആയിരിക്കോ? ഇല്ല. അല്ല, പകരം എന്തായിരിക്കും? മൊഡ്യൂൾ 1 ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഹായ് പ്രിന്റ് ആവോ? ഇല്ല. മനസ്സിലായോ? ക്ലിയർ ആണ്? ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ നെയിം വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു സാധനം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ചെയ്ത് നോക്കിയേ.
രണ്ട് രീതിയിലും ചെയ്യണം കേട്ടോ. നെയിം ആദ്യം ഒരു സ്ഥലത്ത് കൊടുത്തു, അവിടുന്ന് റൺ ചെയ്ത് നോക്കാം. വേറെ മൊഡ്യൂളിനകത്ത് കൊടുത്ത് റൺ ചെയ്ത് നോക്കാം. പിന്നെ ഒന്നിൽ കൊടുത്ത് വേറെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചത് പോലെയൊക്കെ എന്ത് ചെയ്യും ചെയ്ത് നോക്കാം. അപ്പൊ അതൊന്നുകൂടി മനസ്സിലാവും. ചെയ്തു. ഓക്കെ ആണോ അത്? ആ ഓക്കെ. ഇനി നമുക്ക് മൊഡ്യൂൾസ് കഴിഞ്ഞെങ്കിൽ പിന്നെ നോക്കാനുള്ളത് ഊപ്സ് ആണ്. ഓക്കെ, അതെന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഊപ്സ് നോക്കാം കേട്ടോ. ആ ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിരുന്നോ? ആ എല്ലാം കിട്ടിയായിരുന്നോ? ആ എന്തെങ്കിലും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. ഓക്കെ ആണോ? ഉം. ഓക്കെ.